അടുത്തൊരു കിടില സാധനമാണ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം ആക്സലറേഷൻ. നമുക്ക് ആദ്യം കഥകളൊക്കെ ചെയ്യാം. നമുക്ക് കഥകളൊക്കെ കാണാം. നമ്മുടെ ഗ്രാഫ് ഇവിടെയുണ്ട്, ടൈം വെലോസിറ്റി. ഓക്കെ, നമ്മുടെ ഗ്രാഫ് ഇതാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഇനീഷ്യൽ ടൈം ഇതാണെന്ന് എടുത്തോളൂ. അപ്പൊ ഇനീഷ്യൽ ടൈം ഇതാണ്. അപ്പൊ ഇനീഷ്യൽ ടൈം 0. ഓക്കെ, ആ സമയത്ത് ഇനീഷ്യൽ ടൈമിന് നേരെയുള്ള ഈ വെലോസിറ്റി അപ്പൊ എന്തെന്ന് പറയണം? ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയണം. ഫൈനൽ ടൈം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇവിടെ ഫൈനൽ ടൈം ഇതാണ്. അപ്പൊ ഫൈനൽ ടൈമിന് നേരെയുള്ള വെലോസിറ്റിയെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയാം. ഫൈനൽ വെലോസിറ്റിയുടെ ലെറ്റർ ഏതാ? വി. ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഒന്നും കൂടെ ചോദിക്കുന്നതിന് ആൻസർ പറയാം. നമ്മൾ വരയ്ക്കുന്ന ഏത് ഗ്രാഫാണ്? വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തിന്റെയാണ്? യൂണിഫോം ആക്സലറേഷന്റെ. നമുക്കറിയാം വരയ്ക്കാൻ. ഇനി സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് ഞാൻ 0 എന്ന് കൺസിഡർ ചെയ്താൽ അതിന്റെ നേരെയുള്ള വെലോസിറ്റി സ്റ്റാർട്ടിംഗ് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി ഈ എൻഡിന് നേരെ ഫൈനൽ ടൈം, ഫൈനൽ ടൈമിന് നേരെയുള്ള വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി. ഓക്കെ, ഡൗട്ടില്ല. ഫൈനൽ വെലോസിറ്റിയുടെ ലെറ്റർ വി. ഇനി ഇതിൽ ഏതാണ് ഗ്രാഫ്? ഇതിൽ ഏതാണ് മനോജ ഗ്രാഫ്? ഇതിനകത്ത് എവിടെ? ഇതിലേതാ ഗ്രാഫ്? ഗ്രാഫ് ഏതാ ഇതില്? ഈ മൊത്തം സാധനം അല്ല, ഈ ലൈനാണ് ഇവിടുത്തെ ഗ്രാഫ്. ഓക്കെ, അപ്പൊ ആ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എനിക്ക് മാർക്ക് ചെയ്യാൻ പോവാണ് ഞാൻ. ഇതാണ് നിങ്ങളുടെ ഗ്രാഫ്. ഇതിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ വരില്ലേ? ഇത്രയും ഏരിയ വരും. ഓക്കെ, ഈ ഷേപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഷേപ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു ട്രപ്പീസിയം അല്ലേ? ആണ്. അപ്പോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഞാൻ എഴുതാൻ പോവാണ്. നോക്കിക്കോണം. ഏരിയ അണ്ടർ ദി ഗ്രാഫ്, ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈസ് ഈക്വൽ ടു വാട്ട്? ഏരിയ ഓഫ് ട്രപ്പീസിയം എടുത്താ പോരെ? ഏരിയ ഓഫ് ട്രപ്പീസിയം, ഏരിയ ഓഫ് ട്രപ്പീസിയം. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? അപ്പൊ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ ലൈനാണ് ഇവിടുത്തെ ഗ്രാഫ്. അതിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറയുമ്പോൾ ഇത്രയും സ്ഥലമാണ്. അതിന്റെ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഓഫ് ട്രപ്പീസിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നാണ് ഇക്വേഷൻ. ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എയും ബിയും പാരലൽ സൈഡുകളാണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള വെർട്ടിക്കൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച്. എയും ബിയും എന്താണ്? പാരലൽ സൈഡുകളാണ്. ഇനി അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച്. നമ്മുടെ ഇവിടുത്തെ പാരലൽ സൈഡുകൾ ഇതും അതുമാണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇത് അല്ലേ? എല്ലാ കാര്യങ്ങളും പറയൂ. ഇപ്പൊ ഇവിടെ ടി ആണ്. ഓക്കെ, ഇവിടെ ടൈം എന്ന് തന്നെ എഴുതിയേക്കാം. ഓക്കെ, പ്രശ്നം തീർന്നല്ലോ. അപ്പൊ പറയൂ ഇവിടുത്തെ ആദ്യത്തെ സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത പാരലായിട്ടുള്ള അടുത്ത സൈഡ് ഇതാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിനെ എ ആയിട്ടും ഏതെങ്കിലും ഒന്നിനെ ബി ആയിട്ടും എടുക്കുക. ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. നിങ്ങൾ സന്തോഷമായിട്ട് ആൻസർ പറയൂ. സീക്വൽ ടു ഹാഫ് എഴുതി. ഇനി ഇവിടുത്തെ എച്ച്, പാരലൽ സൈഡുകൾ തമ്മിലുള്ള ഈ ദൂരം എന്ന് പറയുന്നത് എന്താ മക്കളെ? ഇവിടെ നോക്ക്. ഈ ദൂരം എന്താ? ടി മൈനസ് 0 അല്ലേ? ടി മൈനസ് 0. ഇപ്പൊ ടി മൈനസ് 0 ആണ് എന്തിന്റെ ആൻസർ? എച്ചിന്റെ ആൻസർ. ഇനി എയുടെ ആൻസർ പറയണം. ആദ്യത്തെ സൈഡ് പറ. ഇതല്ലേ എ? ഈ ദൂരം എങ്ങനെ കാണും? ഈ ദൂരം കാണാൻ യു മൈനസ് 0 അല്ലേ? അപ്പൊ എക്ക് പകരം യു മൈനസ് 0 പ്ലസ് അടുത്ത പറയണം. ബി എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. ഈ ദൂരം എങ്ങനെ കാണും? ഇവിടുത്തെ വാല്യൂവിൽ നിന്ന് ഇവിടുത്തെ വാല്യൂ അങ്ങ് മൈനസ് ചെയ്യുക. വി മൈനസ് പറയൂ. വി മൈനസ് നമുക്ക് വി മൈനസ് 0. അപ്പൊ പറയൂ വി മൈനസ് 0. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? വി മൈനസ് 0. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? ഒന്നുകൂടെ ഞാൻ പറയാം. ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി എന്നാണ്. എന്താണ് എ? എ എന്ന് പറഞ്ഞാൽ രണ്ട് പാരലൽ സൈഡ് കാണൂലേ? ഏതെങ്കിലും ഒന്നിന്റെ നീളമാണ് എ. ബി എന്ന് പറഞ്ഞാൽ അടുത്തതിന്റെ നീളം. അപ്പൊ എയും ബിയും പാരലൽ സൈഡുകളാണ്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ദൂരമാണ് നമ്മുടെ എച്ച്. അപ്പോ ഇവിടെ പാരലൽ സൈഡുകളെ ലൊക്കേറ്റ് ചെയ്ത് ഇത് രണ്ടുമാണ്. അത് രണ്ടും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ എച്ച് എന്ന് പറയുന്നത് ഈ ദൂരമാണ്. ഈ ദൂരം എന്ന് പറഞ്ഞാൽ ടി മൈനസ് 0 ആണ്. ഇതെന്ന് പറയുന്നത് യു മൈനസ് 0 ആണ്. ഇതെന്ന് പറയുന്നത് വി മൈനസ് 0 ആണ്. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാം എഴുതി. ഇനി ഇസ് ഈക്വൽ ടു പറയൂ ഹാഫ് ടി ഇൻറ്റു പറയൂ യു അതുപോലെ എഴുതി പ്ലസ് വി എന്ന് എഴുതി. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനത്തിനെ മാറ്റണം. എന്താണ് മാറ്റാൻ പോകുന്നത്? വി യെ മാറ്റട്ടെ. വി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വി എന്ന് പറഞ്ഞാൽ യു പ്ലസ് എ ടി ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂട്. അപ്പൊ എന്തായി? ഹാഫ് ടി അതുപോലെ എഴുതി
u അതുപോലെ എഴുതി, വിക്ക് പകരം എന്താ എഴുതാം? u പ്ലസ് AT എന്ന് എഴുതാം. അപ്പോ ഹാഫ് ടി അതുപോലെ എഴുതി. അടുത്ത 2u ആയില്ലേ, 2u പ്ലസ് AT. ഇനി നോക്കണം, വെളിയിലുള്ളതുകൊണ്ട് അകത്തുള്ളതിനെ ഇൻറ്റു ചെയ്യുക. അപ്പൊ എന്തായി? ഇതും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി? ഹാഫ് ടി ഇൻറ്റു 2u. അടുത്ത ഹാഫ് ടി ഇൻറ്റു AT പറയും. അപ്പൊ എന്തായി? ഇതും ക്യാൻസൽ ആയി. അപ്പൊ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നായില്ലേ. എന്താണ് മക്കളെ ut പ്ലസ് ഹാഫ് AT സ്ക്വയർ? അത് എസ് അല്ലേടാ. അപ്പൊ എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ആൻസർ കിട്ടി. ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. അടിപൊളിയല്ലേ? അപ്പൊ എന്താണ് നമ്മളിപ്പോ ചെയ്തത്? സോ യു പ്രൂവ്ഡ് ദാറ്റ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡിസ്പ്ലേസ്മെന്റ്. ഒരു നല്ല ക്വസ്റ്റൻ ആണ്. സോ ഐ വിൽ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്. So in the exam they will ask you, you prove that area under velocity time graph for uniform acceleration is displacement. It is a question. Once again, what is the question? Prove that area under velocity time graph for uniform acceleration is displacement. So first sentence, what will you write? The velocity time graph for uniform acceleration is shown. So you are drawing a graph like this. So velocity time graph for uniform acceleration is shown below. Okay, shown. Then see what is reading here? 0. Then what is reading here? T. Then see corresponding to the starting time, the initial velocity. What is it? U. Corresponding to the final time, what is it? The final velocity. No problem. Okay, this is a final velocity. No problem. So what is our graph? Graph is a straight line. This is your graph. So graph is a straight line. So this is your graph. Okay, no problem. I want the area under the graph. See, how can I calculate the area under the graph? Area under the graph is equal to, tell me, area under the graph is equal to, see, area under the graph is equal to this much area. This is a trapezium. So area of trapezium. So area of trapezium. Area of trapezium. Then how will you calculate area of trapezium? Half h into a plus b. So half h into a plus b. No problem. What is a? What is b? Parallel sides are taken as a and b. What is h? H is a perpendicular distance between them. Listen. This is a first side. Okay. Then this is the second side. Then perpendicular distance between them is this one. Am I right? Now is equal to half. What is h? Perpendicular distance between the sides. That is this one. What is s? T minus 0. What is it? T. So t. Then what is a? First side. What is his side? U minus 0. What is it? U. Plus. What, second side. What is his side? V minus 0. So it is V. No problem. Then you have studied the equation. V equal to U plus AT. Am I right? Put the value here. So is equal to half T into U plus what is V? U plus AT. No problem. Then half T into, tell me, 2U plus AT. No problem. Then outside into inside. See, half T into 2U plus half t into 80. Then is equal to 2 cancelled. I am getting ut plus half at square. No problem. Ut plus half at square is displacement. Yes. Am I right? So displacement. So you proved. So you got your result. What is it? Area under the graph gives you what? Displacement. So what is our question? Prove that area under velocity time graph for uniform acceleration is displacement. How can you prove? First sentence, what will you write? The velocity time graph for uniform acceleration is shown. Then you show this. Then area under the graph is equal to area of this trapezium. Am I right? How will you calculate the area of trapezium? Half h into a plus b. What is a? What is b? Parallel sides are taken as a and b. Then perpendicular distance between them is taken as h. Then here first side is this one. This is u. Am I right?
then second side is this, that is v minus 0, it is v. Then perpendicular distance between them is this one, that is t minus 0, it is t. So h is t, a is u, b is v. Then you know what is v? V equal to u plus at, put it here. So I am putting here, so 2u plus at, then outside into inside, then I am getting ut plus half at square. Ut plus half at square is what? Displacement. So area under the graph is equal to displacement. Okay? അടുത്തത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഫോർ യൂണിഫോം ആക്സലേഷൻ നമ്മൾ ഒരു മെത്തേഡിൽ ഇപ്പോൾ കണ്ടുപിടിച്ചു. വേറൊരു മെത്തേഡും ഉണ്ട്, അതുകൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം, ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ സെയിം ഗ്രാഫാണ്. ഇവിടെ ടൈം, ഇവിടെ വെലോസിറ്റി, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ യൂണിഫോം ആക്സലേഷന്റെ ഗ്രാഫാണ്. അപ്പൊ ഗ്രാഫ് ഇതാണ്, ഷേപ്പ് എല്ലാം അറിയാം. ഇനി സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്. അതിന്റെ നേരെയുള്ള ഈ വെലോസിറ്റിയെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയാം. ഇനി ഫൈനൽ ടൈം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അതിന്റെ നേരെയുള്ള വെലോസിറ്റിയെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയാം അല്ലേ. അതിന് v എന്ന് പറയാം. ഇതൊക്കെ നമുക്കറിയാം. ഇനി ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ലൈൻ ആണല്ലേ. ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇതല്ലേ. അപ്പോ ഏരിയ അണ്ടർ ദ ഗ്രാഫ് തന്നെ ഞാൻ വീണ്ടും കാണുന്നത് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണുന്നതിന് ഞാൻ ഒരു പുതിയ രീതിയാണ് ഉപയോഗിക്കുന്നത്. നോക്കിക്കോളൂ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് കാണാൻ ഞാൻ ഇത്രയും പോർഷനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കൂ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പൊ എനിക്ക് എന്തൊക്കെ കിട്ടി? ഒരു റെക്ടാങ്കിളും കിട്ടി, ഒരു ട്രയാങ്കിളും കിട്ടി. ഈ ഏരിയയും കൂടെ ആഡ് ചെയ്താൽ ഇവിടുത്തെ ടോട്ടൽ ഏരിയ ആയില്ലേ. അപ്പോ ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിയിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഇതിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ എന്തെഴുതാം? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് എഴുതിക്കൂടെ. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിളും ഏരിയ ഓഫ് ട്രയാങ്കിളും കൂടെ ആഡ് ചെയ്യുക. ഇനി ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ മക്കളെ, പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് അല്ലേ. നമ്മുടെ ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇനി സമാധാനമായിട്ട് ആൻസർ പറയുക. റെക്ടാങ്കിളിന്റെ കാര്യം പറയണം. റെക്ടാങ്കിളിന്റെ ലെങ്ത് ഇതല്ലേ. ഈ സൈഡ് എത്രയെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ. ടി മൈനസ് 0 എത്ര? ടി. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ടി ആണ്. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? യു മൈനസ് 0. എന്താണ്? യു. യു. ഇപ്പൊ യു. അടുത്ത് പ്ലസ് ഹാഫ്. അടുത്ത പറയണം ബി, ഹാഫ് ബി എച്ച്. ഇതല്ലേ ബി. ഈ ദൂരം എന്താ? ഈ ദൂരം എന്ന് പറയുന്നത് ഈ ദൂരം, ആ ദൂരം എന്ന് പറയുന്നത് ടി മൈനസ് 0 ടി അല്ലേ. അപ്പൊ ബിക്ക് പകരം ടി ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ ഈ ദൂരം, ഈ ദൂരം, ഈ ദൂരം എന്താ? വി മൈനസ് യു. വി മൈനസ് യു. വി മൈനസ് യു. ഓക്കെ, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഇത്രയും മാത്രം പറയുന്നു. See, again I am plotting the same graph, velocity time graph for uniform acceleration. This is the shape of the graph, no problem. See, this is the area under the graph. I want to calculate the area under the graph in another way. So for that I am splitting this area. So I am getting a rectangle and triangle. So how will you calculate the area under the graph? Area under the graph is equal to area of this rectangle plus area of this triangle. Area of rectangle is length into breadth plus area of triangle is half bh. No problem. Then is equal to then length. This is length. What is it? T minus 0. So T. Then what is breadth? U minus 0. It is U plus half bh. Tell me half. This is base. What is this? This is t minus 0. It is t. So t into what is h? This is h. This is h. V minus u. V minus u. V minus u. Okay, got it? Now see what is v? V equal to u plus at. അല്ലേടെ v equal to u plus at അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ v minus u എന്ന് പറഞ്ഞാൽ എന്താണ്? v minus u എന്ന് പറഞ്ഞാൽ at അല്ലേ? അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സീക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു വി മൈനസ് യുവിന് പകരം എ ടി എന്ന് എഴുതാം. അപ്പൊ എന്താണ്? യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നായില്ലേ. യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ.
അല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും എന്താ പ്രൂവ് ചെയ്തിരിക്കുന്നു? ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ് എന്ന്. നല്ല ബുദ്ധിമുട്ടും തോന്നിയോ? സിമ്പിൾ അല്ലേ? അപ്പൊ എന്താണ് നമുക്ക് ഇപ്പൊ രണ്ട് മെത്തേഡ് ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് മെത്തേഡ് വെച്ച് വേണോ നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ മെത്തേഡാണ് എളുപ്പമെങ്കിൽ അത് എഴുതുക, രണ്ടാമത്തെ മെത്തേഡാണ് എളുപ്പമെങ്കിൽ അത് എഴുതുക. ഓക്കെ, സോ ഐ വിൽ ഷോ യു വൺസ് അഗൈൻ. So what is our question? Prove that area under velocity time graph for uniform acceleration gives displacement. So how can you prove it? See, first sentence, the velocity time graph for uniform acceleration is shown. Then you plot this graph. Then see, this is your graph. Then area under the graph means area of this much part. So that is area of a rectangle plus area of triangle. Okay, area of a rectangle is length into breadth, area of triangle is half BH. No problem. Then putting the values, listen properly. What is length of the rectangle? It is t minus 0. It is t. Then breadth of the rectangle, u minus 0. It is u. Then plus half into base of the triangle. What is it? T minus 0. It is t. Then h, this side of the triangle, what is it? V minus u. So v minus u. No problem. Then according to our first equation, v equal to u plus at. Am I right? See, v minus u will be then at. Put it here. See, is equal to ut plus half t into, what is v minus u? It is at. So is equal to ut plus half at square. No problem. So what is ut plus half at square? It is s. So it is equal to displacement. So you have proved that the area under the graph is displacement. Okay, le? So area under velocity time graph for uniform acceleration gives you dash. Say the answer, displacement. You got it? You can select any one method and write. Okay, രണ്ടും കൂടെ എഴുതി വെക്കരുത്, ഒന്ന് എഴുതിയാൽ മതി. Okay.